ഹായ്, ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. കൂടുതൽ മസാലകളൊന്നും ചേർക്കാണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റിൽ ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. രാവിലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ മസാലയ്ക്ക് വേണ്ടി 4 ചെറിയ പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 7 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കോല, ഒരു ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചു. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളില്ലേ, അത് ആദ്യം ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണേ. ഗ്രാമ്പു പിന്നെ കറുവപ്പട്ട എല്ലാം കൂടി ആദ്യം ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താണ് വഴറ്റിയത്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാമേ. ഈ ഒരു ടൈമിൽ ഉപ്പ് കൂടി നോക്കിയിട്ട് കറക്റ്റ് ചെയ്തോണം. എന്നിട്ട് ഇതേപോലെ 2-3 കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.